ഹലോ ഗൈസ്, കുറച്ച് വർത്തമാനം പറഞ്ഞാലോ. ഒരു വിവാഹത്തിന് മുൻപ് പ്രധാനമായും പരസ്പരം സംസാരിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു 2-3 മീറ്റിങ്ങുകളൊക്കെയായി ഇതെല്ലാം സംസാരിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഒരു വാക്കുകൊടുക്കലിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തത്, ബാഹ്യമായ പ്രേരണകൾ ഇല്ലാതെയാണ് വിവാഹത്തിലേക്ക് കടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. അടുത്ത കാര്യം സാമ്പത്തികമാണ്. സേവിങ്സ്, മണി മാനേജ്മെന്റ് പ്ലാൻസ്, അതിലേക്ക് രണ്ടുപേരും നടത്തേണ്ട കോൺട്രിബ്യൂഷൻ, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം, കുട്ടികൾ വേണമോ, വേണമെങ്കിൽ എപ്പോൾ, എത്ര കുട്ടികൾ, അവർക്കിടയിൽ ഏജ് ഗ്യാപ്പ്, അവരെ വളർത്തുന്നതിൽ രണ്ടുപേരും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ കൃത്യമായി നമ്മൾ പരസ്പരം പറയേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏത് രീതിയിലാണ് തുടർന്ന് നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് എന്നാണ്. നമ്മുടെ കുടുംബത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ടാക്ടിക്സ് പങ്കാളിക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളെക്കാളേറെ മറ്റാർക്ക് സാധിക്കും? ഇനി മതം, വിശ്വാസം, ആചാരം, രാഷ്ട്രീയം, ഭക്ഷണം, വസ്ത്രം, ഹോബീസ്, ഡ്രീംസ്, ഇതൊക്കെ ഒരു ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു വ്യക്തതകൾ, ഇതിലൊക്കെയുള്ള താല്പര്യങ്ങൾ പരസ്പരം സത്യസന്ധമായി സംസാരിക്കേണ്ടത് വളരെ പ്രധാനമുണ്ട്. മറ്റൊന്ന്, ശാരീരികമായോ മാനസികമായോ നമുക്കുണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഭീഷണിയായിട്ട് എന്തെങ്കിലും പാരമ്പര്യ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത്. ഇനി നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്, നമുക്ക് വല്ല പ്രണയവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു എൻഡ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തണം. ഇനി വിവാഹത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപെങ്കിലും സെക്സിനോടുള്ള ധാരണകളും പരസ്പരം സംസാരിക്കേണ്ടത് വളരെ നല്ലതാണ്. ഇത്രയൊക്കെ സംസാരിക്കുന്നവരെ അഹങ്കാരികളായിട്ട് വിധി എഴുതാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. എന്നാൽ വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാണല്ലോ. അപ്പൊ പിന്നെ നരകത്തിലുള്ള ജീവിതം ആവാതിരിക്കാൻ നമ്മൾ ഇത്രയെങ്കിലുമൊക്കെ ചെയ്യണ്ടേ?